നമസ്കാരം. പാനായിക്കുളം തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ ന്യൂറോ ഫിസിയോ റീഹാബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം കൊച്ചി എയർപോർട്ട് കസ്റ്റംസ് സൂപ്രണ്ട് യൂസഫ് കെ ഇബ്രാഹിം നിർവഹിച്ചു. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ തണൽ ചെയർമാൻ എം വി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ മുഖ്യാതിഥിയായി. ന്യൂറോ യൂണിറ്റിലേക്കുള്ള ആദ്യ അഡ്മിഷൻ പ്രോസസ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജോസ് ഷിനോയി നിർവഹിച്ചു. ഡോക്ടർ സുന്ദരം വേലായുധൻ, ഡോക്ടർ വിപിൻ ജോണി, ഡോക്ടർ ഫായിസ് വി അബ്ദുൾ റഹീം, സുബൈർ കളത്തിൽ, പി ഷംസുദ്ദീൻ, റിട്ടയർഡ് SP CS മജീദ് തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് CV തൊൽഹത്ത് സ്വാഗതം പറഞ്ഞു. അർഷദ് പാനായിക്കുളം നന്ദി അർപ്പിച്ചു. നല്ല ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററാക്കി എടുക്കണം. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് മാത്രം ഞാൻ ബ്രീഫ്ലി പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ന്യൂറോളജിക്കൽ അസുഖങ്ങൾ, സ്ട്രോക്ക്, ആക്സിഡൻറ്റ് കാരണം ബ്രെയിനിൽ പറ്റുന്ന ക്ഷതം, സ്പൈനൽ കോഡിന് പറ്റുന്ന ക്ഷതം, അല്ലെങ്കിൽ പാർക്കിൻസൺസ് പോലത്തെ ന്യൂറോളജിക്കൽ അസുഖങ്ങൾ. ഇങ്ങനത്തെ അസുഖം വന്നു കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞ മാതിരി നമ്മൾ എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു സ്ഥലത്ത് നിൽക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റിന് പുറമെ റീഹാബിലിറ്റേഷൻ എഫേർട്സാണ് വേണ്ടത്. ഈ റീഹാബിലിറ്റേഷൻ എഫേർട്ട് എപ്പോഴും ടൈം എടുക്കുന്ന ചികിത്സയാണ്. ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് 2 മുതൽ 3 മാസം വരെ തെറാപ്പി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് നടക്കാനുള്ള ശേഷിയിലോട്ട് യൂഷ്വലി എത്താറുള്ളൂ. അത് എത്തിക്കഴിഞ്ഞാലും അയാൾക്ക് സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെയർസ് കയറാൻ വേണ്ടിയിട്ട്, സ്വന്തം കാര്യം സ്വന്തം നോക്കാൻ വേണ്ടി വേറെയും 2-3 മാസം തെറാപ്പിയുടെ ആവശ്യമുണ്ട്. പിന്നെ മൊത്തം 2 മാസം മുതൽ 6 മാസം വരെ തെറാപ്പി സാധാരണ രീതിയിൽ ആൾക്കാർക്ക് അഫോർഡബിൾ അല്ല. അങ്ങനത്തെ സർവീസസും എളുപ്പത്തിൽ കിട്ടില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് ഒരു ചിലവ് കുറഞ്ഞ് എന്നാൽ അതേ ക്വാളിറ്റിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ന്യൂറോ റീഹാബിലിറ്റേഷൻ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറായിട്ടുള്ള സപ്പോർട്ടാണെങ്കിലോ അല്ലെങ്കിൽ ബാക്കി ഏത് രീതിയിൽ സപ്പോർട്ടിനും നമ്മൾ തങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഒരു 1 ഇയറിനകത്ത് ഒരു നല്ലൊരു ന്യൂറോ റീഹാബിലിറ്റേഷൻ ആയിട്ട് ആശ്രയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വരുന്ന തണലിൻ്റെ ഈ ഒരു സംരംഭം നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ സംരംഭമാണ്. തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് ഇങ്ങനൊരു സംഘടന, ഈ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്